ഈ ലോകം എങ്ങനെ അത്ഭുതകരമായി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് യേശു കുരുടന് കാഴ്ച കൊടുത്തു. കുരുടന് കാഴ്ച കൊടുത്തു. ഈ കുരുടന് കാഴ്ച കൊടുത്തു എന്ന് പറയുന്ന ബൈബിളിലെ കഥ ആക്ച്വലി ആ കഥ പോലും മനുഷ്യരാശിക്കെതിരെയുള്ള ഒരു അട്രോസിറ്റിയാണ്. കാരണം ഒരു മനുഷ്യന് മണ്ണ് കുഴച്ച് തുപ്പല് പുരട്ടി ഒരാൾക്ക് ജീവൻ കൊടുത്തു എന്ന് പറയും. ഇഫ് ഇറ്റ് റിയലി ഹാപ്പൻഡ് ഓർ ആസ് എ സ്റ്റോറി, എന്താണ് കാരണം ചെയ്യേണ്ടിരുന്ന പുള്ളി? ഇവിടെ ഈ കാഴ്ചയില്ലാത്തവർക്ക് കിട്ടുന്നത് ഇതാണ് അതിന്റെ കോമ്പിനേഷൻ, ഇതിന്റെ റെസിപ്പി ഇതാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മളിവിടെ ചുറ്റുമുള്ളവർക്ക് ഈ അന്ധതയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര സഹായകമായി. നിങ്ങൾ കേട്ടല്ലോ, രവിചന്ദ്രൻ പറഞ്ഞു കേട്ടായിരുന്നു. അട്രോസിറ്റി, വലിയ കൊടും ക്രൂരത മനുഷ്യരാശിയോട് കാണിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞ് ഇയാൾ തുടങ്ങിയത് എന്നാണെന്നറിയാവോ? മിറക്കിൾ എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. യേശു കാണിച്ച അത്ഭുതം എന്നാണ് പറഞ്ഞത്. ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നാണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് യൂഷ്വൽ വിച്ച് ഈസ് അൺയൂഷ്വൽ, അല്ലേ? എപ്പോഴും നടക്കുന്ന കാര്യത്തെയല്ല നമ്മൾ മിറക്കിൾ എന്ന് വിളിക്കുന്നത്. അവിടെ തന്നെ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇതാണ് ഇയാളുടെ ഒരു പ്രോബ്ലം. ഇനി രണ്ടാമതൊരു കാര്യം പറയാം. ഇത് എന്തുകൊണ്ട് ക്രിസ്ത്യൻ തിയോളജിയിൽ ഇത് പോസിബിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് എന്ന എൻറ്റിറ്റി എല്ലാ ക്രിയേഷനും അപ്പുറമാണ്, അവനാണിത് സകലതും സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ നാച്ചുറൽ ലോസ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1:1 നമ്മൾ കാണുന്നത് ദൈവം ആകാശങ്ങൾ ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. സോ ഗോഡ് ഈസ് ബിഫോർ ദ ക്രിയേഷൻ. അപ്പോൾ ഗോഡ് ഈസ് ഓമിനിപൊട്ടൻറ്റ്, സർവ്വശക്തനായതുകൊണ്ട് തന്നെ അവന് മാറ്ററിൻ്റെ മുകളിലും അത് നാച്ചുറൽ ലോയുടെ മുകളിലും എപ്പോഴും അധികാരമുള്ളവരാണ്. കാരണം അവൻ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അവൻ എപ്പോൾ വേണമെങ്കിലും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ക്രിസ്ത്യൻ മിറക്കിൾസ് ആർ, അല്ലേ? ദാറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ അത് ലോജിക്കലി പോലും അത് കറക്റ്റാണ്. ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഉറപ്പാണ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇതൊരു കൊടും ക്രൂരതയാണോ യേശു കാണിച്ചത്? അല്ല. ഇതെങ്ങനെ കൊടും ക്രൂരതയാകുന്നത്? കാരണം നമ്മൾ വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനൊരു മിറക്കിൾ പെർഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിനൊരു തിയോളജിക്കൽ മീനിങ് ഉണ്ട്. കാരണം ജുഡോ ക്രിസ്ത്യാനിറ്റി യഹൂദന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, രവിചന്ദ്രൻ അത് അറിയുമെന്ന് അറിയത്തില്ല. കാരണം ജുഡോ ക്രിസ്ത്യാനിറ്റി പറയുന്നത് മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്നു എന്നാണ്, അല്ലേ? അപ്പോൾ പ്രോബ്ലം ഇതാണ്. നമ്മൾ എവല്യൂഷനിൽ പഠിക്കുന്നതൊക്കെ അത് തന്നെയാണ്, അല്ലേ? നമ്മളൊരു മാറ്ററിൽ നിന്ന് പരിണാമപ്പെട്ട് വന്നതാണ്, അല്ലേ? എവല്യൂഷനിൽ കൂടെ കടന്നു വന്നതാണ്. സോ ഇതെങ്ങനെ? ഇതിൻ്റെ സൃഷ്ടാവാരാണ്? ദൈവമാണ്. യേശു തൻ്റെ മിശിഹാത്വം സ്ഥാപിക്കാൻ വേണ്ടി ഈശോ പറയുകയാണ്, നിങ്ങൾ കാത്തിരുന്ന എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവമാണ് ഞാനെന്ന് കാണിക്കാൻ ഈശോ ഈ മിറക്കിൾ അവിടെ പെർഫോം ചെയ്യുകയാണ്. ഇനി ഈ മിറക്കിൾ പോസിബിളാണ് സയൻറ്റിഫിക്കലി? നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു ഡ്രോപ്പ് എണ്ണ, ഒരു തുള്ളി വെള്ളം ഞാൻ ഇട്ടാൽ താഴെ വീഴും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗ്രാവിറ്റി ഉണ്ട്, അല്ലേ? പക്ഷേ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് റോഡ് വെച്ചിട്ട് അതിലൊരു ഡ്രോപ്പ് ഓയിൽ വീഴുമ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജിൻ്റെ എഫക്റ്റ് കൊണ്ട് ഡ്രോപ്പ് താഴെ വീഴാതെ ഈ ഡ്രോപ്പ് സസ്പെൻഡ് ചെയ്ത് എയറിൽ തന്നെ നിൽക്കും. അതിൻ്റെ അർത്ഥം എന്നാണ്? ഈസ് ഇറ്റ് വയലേറ്റിംഗ് ദ നാച്ചുറൽ ലോ? അതോ ഞാൻ അഡീഷണൽ ഗ്രാവിറ്റിയെ കടത്തി വെട്ടുന്ന മറ്റൊരു നിയമം അതിന് അപ്ലൈ ചെയ്തപ്പോൾ വെള്ളം താഴെ വീഴാതിരുന്നതാണോ? അപ്പോൾ ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവണാണ്. സോ ഇതൊരു കൊടും ക്രൂരതയാണ് യേശു കാണിച്ചത്. മനുഷ്യരാശിക്ക് ഇത് കൊടുത്തിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു ടെക്നിക്ക്. നിങ്ങൾ വിശുദ്ധ ബൈബിളിൽ മാർക്കോസ് 16 ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുമെന്നും നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുമെന്നൊക്കെ. അത് ഇന്നും ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഡോക്ടർ അലക്സിസ് കാരലിനെ കുറിച്ച്? ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, നോബൽ ലോറേറ്റ് ആയിരുന്നു, ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഇദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസമായിട്ട് മാറി. എന്തെന്നറിയാമോ? ഇദ്ദേഹം കണ്ണുകൊണ്ട് ഒരു മെഡിക്കൽ മിറക്കിൾ കാണുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പറയുകയാണെങ്കിൽ വാസ്കുലർ സ്യൂച്ചറിങ് ടെക്നിക്കിനാണ് ഇദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത്. പെർഫ്യൂഷൻ പമ്പ് പോലുള്ള പമ്പിൻ്റെ ഒരു ഇൻവെൻറ്ററാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് മെറി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക്, മരിക്കുമെന്നൊരു പെൺകുട്ടി ജീവനോടെ എഴുന്നേറ്റ് വരുന്നു. ഇതോടുകൂടി ഇദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിട്ട് മാറുന്നു. ഇത്രയും വലിയൊരു സയൻറ്റിസ്റ്റായ, ഡോക്ടറായ, മെഡിക്കൽ ഡോക്ടറായ ഒരു മനുഷ്യന് ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ രവിചന്ദ്രൻ സാർ പറഞ്ഞ ഈ പൊട്ടത്തരത്തിന് എത്ര വാല്യൂ ഉണ്ട്, അല്ലേ? അവിടെയും ഇവിടെ നിന്നും എടുത്തിട്ട് ഡിബേറ്റ് ചെയ്യല്ല ചെയ്യാനുള്ളത്. ഗോ ഇൻ ടു ദ ഡീപ്പ്, അല്ലേ? അപ്പോൾ രവിചന്ദ്രൻ സാറേ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.